ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ആഹാരം ആരോഗ്യത്തിന്. ഇത് 6ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗമാണ്. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രണ്ട് കുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷനാണ്. അവർക്ക് വീട്ടിൽ നിന്ന് പച്ചക്കറികളും മറ്റുമാണ് കൂടുതലും കൊടുക്കുന്നത്. എന്ത് കൊടുക്കുന്നില്ല? ചിക്കനും ഐസ്ക്രീമും അങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കുന്നില്ല. അവർക്ക് അതാണ് ഇഷ്ടം എന്നാണ് അവർ സംസാരിക്കുന്നത്. സോ ഇതേപോലെയാണോ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് തരുന്നത്? നമ്മൾ എന്താണ് കൂടുതൽ കഴിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പൊതുവെ ന്യൂജൻ ഫുഡുകളോട്, ഫാസ്റ്റ് ഫുഡ്, നൂഡിൽസ് അങ്ങനെയുള്ള ഫുഡുകളോടാണ് താല്പര്യം. സത്യത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി നേടാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ വളർച്ച, ജോലി ചെയ്യാനുള്ള ഊർജം എന്നിവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു തരം ഭക്ഷണം മാത്രം കഴിച്ചാലുള്ള പ്രശ്നം എന്താ? അത് നമ്മുടെ ശരീരത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും. ഇവിടെ നോക്കൂ, നെല്ല് പോലുള്ള വിളകളുടെ പ്രത്യേകത, അവയിൽ കൂടുതലായിട്ടുണ്ടാവുക ധാന്യകമാണ്. ധാന്യകം. ദെൻ മീനുകളിൽ കൂടുതലുണ്ടാകുന്നത് പ്രോട്ടീനാണ്. എണ്ണ പോലുള്ള ഉൽപ്പന്നങ്ങളിൽ കൊഴുപ്പാണ് കൂടുതലുള്ളത്. ഇനി പച്ചക്കറികൾ, ഇവിടെ ധാതു ലവണങ്ങളും വിറ്റാമിനുകളാണ് തരുന്നത്. സോ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക, അരിയിൽ നമ്മൾ കൂടുതൽ കഴിക്കുന്ന അരിയാണ്. അരിയിൽ എന്താ? കാർബോഹൈഡ്രേറ്റ്, ധാന്യകമാണ് ഉണ്ടാവുക. മത്സ്യത്തിൽ പ്രോട്ടീൻ, എണ്ണയിൽ കൊഴുപ്പ്, പഴങ്ങൾ പച്ചക്കറികളിൽ വിറ്റാമിൻ, ധാതു ലവണങ്ങൾ. സോ ഓരോന്നും എന്താണെന്ന് പഠിക്കാം. എന്താണ് ധാന്യകം? ധാന്യകം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുന്നത്, ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നത് ധാന്യകമാണ്. ഇവിടെ അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ തന്നെ പല രൂപങ്ങളാണ്: അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. പഠിച്ചു വെക്കുക. കറക്റ്റ് 4 ഉണ്ട്. നമുക്ക് ഓപ്ഷൻസിന് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നതാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. ഇവകളെല്ലാം ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങുവർഗ്ഗങ്ങളിലൊക്കെ സ്റ്റാർച്ചായിട്ട് അന്നജത്തിൻ്റെ രൂപത്തിലാണ് എന്ത് വന്നിട്ടുള്ളത്? ധാന്യകം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിവിധ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിന് എന്ത് വേണം? ധാന്യകം വേണം. ധാന്യകം നമുക്ക് കിട്ടുന്നത് ആഹാരത്തിൽ നിന്നാണ്, അരി ആഹാരങ്ങളിൽ നിന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ധാന്യകം പഠിച്ചു. കാർബൺ ഡയോക്സൈഡ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവ ചേർന്നാണ് കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കപ്പെടുന്നത് നമ്മൾ പഠിച്ചു. പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഊർജം പ്രധാനമായും ലഭിക്കുന്നത് ധാന്യകത്തിൽ നിന്നാണ്. അപ്പോൾ ചിത്രത്തിൽ സൂചിപ്പിച്ചത് മാത്രമാണോ നമ്മുടെ പ്രവൃത്തി? അല്ലേ? ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഈ പ്രവർത്തികൾ ചെയ്യാനെല്ലാം ഊർജം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട വസ്തു ധാന്യകമുള്ള വസ്തുവാണ്. കാരണം നമുക്ക് ഊർജം വേണ്ടേ? അപ്പോൾ ഒരു ദിവസം അരി ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ പകരം നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും? പകരം നമുക്ക് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം കൂടുതൽ കിട്ടുന്ന മുട്ട, ഏത്തപ്പഴം, കപ്പ, പാല് എന്നിവയാണ്. മുട്ട, ഏത്തപ്പഴം, കപ്പ, പാല് എന്നിവയാണ് കൂടുതലായിട്ട് ഉൾപ്പെടുന്നത്. മുട്ട, ഏത്തപ്പഴം, കപ്പ, പാല്. ഓക്കെ അല്ലേ? അപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അന്നജം തിരിച്ചറിയാൻ അയഡിൻ ടെസ്റ്റ് നടത്താം. ഇമ്പോർട്ടൻ്റ് ആണ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറം ഉണ്ടാകുന്നു. അപ്പോൾ അയഡിൻ ലായനിയിൽ അന്നജം മിക്സ് ചെയ്താൽ കടും നീല നിറം ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് അന്നജം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അതിനുള്ള പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബ്, കഞ്ഞിവെള്ളം, നേർപ്പിച്ച അയഡിൻ ലായനി. അപ്പോൾ നേർപ്പിച്ച അയഡിൻ ലായനിയിൽ കഞ്ഞിവെള്ളം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കടും നീല നിറം കിട്ടും. അപ്പോൾ കടും നീല നിറം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടെന്ന് മനസ്സിലാക്കാം? അന്നജം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ വിവിധ ഇനം ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം അയഡിൻ ചേർത്താൽ ഉണ്ടാകുന്ന നിറങ്ങൾ എന്താണെന്ന് കൊടുക്കാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് പരീക്ഷണം ചെയ്ത് കണ്ടെത്താനാണ്. അപ്പോൾ കുട്ടികളോട് പരീക്ഷണം ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് പരീക്ഷണം ചെയ്യേണ്ട, അല്ലാതെ തന്നെ ഞാൻ പറയാം.
കുമ്പളത്തിൽ എന്തില്ല? അന്നജമില്ല. അതുകൊണ്ട് ഇവിടെ നിറം ഉണ്ടാകില്ല കേട്ടോ. നിറം ഉണ്ടാകാത്ത ഞാൻ ക്ലോസ് ചെയ്യാണ്. കടും നീല നിറം ഉണ്ടാവില്ല. സോ അതിൻ്റെ അർത്ഥം അന്നജമില്ല. ഗോതമ്പ് പൊടിയിൽ എന്തുണ്ടാകും? അന്നജമുണ്ട്. അതുകൊണ്ട് കടും നീല നിറമാകുന്നു. ഉരുളക്കിഴങ്ങിൽ അന്നജമുണ്ട്. സോ കടും നീല നിറമാകുന്നു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഉള്ളി, എക്സാമ്പിളായിട്ട് ഉള്ളിയിൽ അന്നജമുണ്ടോ? അന്നജമില്ല. അതുകൊണ്ട് അവിടെ എന്ത് ആകുന്നില്ല? കടും നീല നിറം ആകുന്നില്ല എന്ന് മനസ്സിലാക്കുക. റെഡിയല്ലേ? ഇനി അടുത്തത് മാംസ്യം അഥവാ പ്രോട്ടീൻ. ചിത്രത്തിൽ 2 കുട്ടികളെ കാണാം. ഒരാൾ ഹെൽത്തി ആയിട്ടുള്ളത്, ഒരാൾ അൺഹെൽത്തി ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും, അപ്പോൾ ഇവിടെ നോക്കൂ, ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. നമുക്ക് ഊർജം നൽകുന്നത് കാർബോഹൈഡ്രേറ്റ്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും പ്രോട്ടീൻ. അപ്പോൾ ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ശരീരത്തിലെ കോശം, മുടി, ദഹനരസങ്ങൾ. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ ഉൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. അപ്പോൾ ധാന്യങ്ങൾ ഇല്ല എങ്കിൽ അവിടെ ഊർജം ഉൽപ്പാദിപ്പിക്കാനും ആര് കാരണമാകുന്നു? പ്രോട്ടീൻ കാരണമാകുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ മൂലകങ്ങൾ ഇവിടെ വരുന്നുണ്ട് അല്ലേ? ഹൈഡ്രജൻ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. കാർബൺ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്സിജൻ അവിടെയും ഇവിടെയുമുണ്ട്. ഇവിടെ നൈട്രജനും സൾഫറും അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ളത് നൈട്രജനും സൾഫറും ആണെന്ന് ഓർക്കുക. ദെൻ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ ഊർജ്ജം നൽകാൻ ആർക്ക് കഴിയുന്നു? പ്രോട്ടീന് കഴിയുന്നു. കാരണം ഹൈഡ്രജനും കാർബണും ഓക്സിജനും ഇതിലുമുണ്ടല്ലോ. അതുകൊണ്ടാണ്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം. അപ്പോൾ ഒരു 10 കിലോ ഉള്ള ആൾക്ക് 10 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാകണം അല്ലേ? 100 കിലോ ഉള്ള ആളുകൾക്ക് 100 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാകണം ഓരോ ദിവസവും കേട്ടോ. ഓരോ ദിവസവും കിട്ടണം എന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരം എത്ര ഗ്രാമാണ്, അതനുസരിച്ച് എത്ര വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വളർച്ച മുരടിക്കുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗം കൊടുത്തിരിക്കുകയാണ്, കോഷിയോർക്കർ. പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കോഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയറ് വീർത്തും ഇരിക്കും അല്ലെ? ശരീരം ശോഷിച്ചിരിക്കും, എന്നാൽ വയറ് വീർത്തിരിക്കും. സോ ഇത് ഈ ഒരു പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉള്ളത് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ ധാരാളം ഉള്ള വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീന് നമ്മൾ കഴിക്കുന്നുണ്ടോ? നമ്മുടെ ഭക്ഷണത്തിൽ അത് വന്നിട്ടുണ്ടോ എന്നൊക്കെ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രോട്ടീൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ ഏതൊക്കെ അളവിലുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. സോ ഇവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അരി 100 ഗ്രാം അരിയിൽ 6.8 ഗ്രാം പ്രോട്ടീനാണുള്ളത്. ഗോതമ്പ് 11.8, കശുവണ്ടി 21.2, അപ്പോൾ അത്യാവശ്യം പ്രോട്ടീൻ ഉണ്ട് അതിനകത്ത് അല്ലേ? മത്തി 19.6, പ്രോട്ടീൻ കൂടുതലാണ്. താറാവ് 21.6, എന്നാൽ താറാവ് മുട്ടയിലും കോഴിമുട്ടയിലും 13.5, 13.3 എന്ന തോതിലാണ്. ദെൻ ആട്ടിറച്ചി വരുന്ന സമയത്ത് 21.5 ആട്ടിറച്ചിയിലെ പ്രോട്ടീൻ. ഇനി പശുവിൻ പാലിൽ 3.2 ഉള്ളൂ. ചെറുപയറിൽ 24.0, നിലക്കടലയിൽ 17.1. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിലാണ് വന്നിട്ടുള്ളത് നോക്കൂ? ചെറുപയറിലാണ് ഏറ്റവും കൂടുതൽ. പശുവിൻ പാലിൽ കുറവാണ്, വളരെ കുറവാണ്. ഓക്കെ അല്ലേ? ദെൻ ഒരു മീഡിയം ലെവലിലൊക്കെ വരുന്നതാണ് കശുവണ്ടി, മത്തി, താറാവ്, ആട്ടിറച്ചി, ചെറുപയർ. ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് പ്രോട്ടീൻ കൂടുതലുണ്ടാവും. ഇനി മുട്ടകളിലും കുഴപ്പമില്ലാതെ പ്രോട്ടീൻ ഉണ്ടല്ലേ? 10 കൂടുതലുണ്ട്, 13.5, 13.3 എന്ന നിലയിലുണ്ട്. ഗോതമ്പിൽ അരിയേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് അല്ലേ? സോ അത് മനസ്സിലാക്കുക. ഇനി പ്രോട്ടീൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യാം എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കവിടെ കോപ്പർ സൾഫേറ്റ്, ജലം, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഡ്രോപ്പർ, ബീക്കർ, കോഴിമുട്ട, വെള്ളക്കരു, ടെസ്റ്റ് ട്യൂബ് എന്നൊക്കെ പറഞ്ഞ് ആവശ്യമുള്ള സാധനങ്ങളെ പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിവിടെ മനസ്സിലാക്കുക കോഴിമുട്ടയുടെ വെള്ളക്കരു അല്പം വെള്ളം ചേർത്ത് ഇളക്കുക. ഇത് ഒരു ടെസ്റ്റ് ട്യൂബിൽ കാൽഭാഗം എടുക്കുക. അതിലേക്ക് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻ്റെ അളവ്. ഇനി അയഡിൻ ടെസ്റ്റ്, അയഡിൻ ലായനിയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കണ്ടെത്താൻ. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന നിറം വയലറ്റ് നിറം. അപ്പോൾ വയലറ്റ് നിറം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം
നമ്മൾ മനസ്സിലാക്കും അത് പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ്. എവിടെയാണ്? ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി, സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി. കാർബോഹൈഡ്രേറ്റിന് അയഡിൻ ടെസ്റ്റ്. ഇനി കൊഴുപ്പ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലേ? നെയ്യ്, എണ്ണ അല്ലേ? എണ്ണകൾ, പലതരത്തിലുള്ള എണ്ണകൾ, ഇതൊക്കെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. കണ്ടില്ലേ, ഇവിടെ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊഴുപ്പില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. മാംസം, മത്സ്യം, പാല്, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പടങ്ങിയിരിക്കുന്നു. വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. സോ നമുക്ക് പലതരത്തിലുള്ള എണ്ണകൾ മാർക്കറ്റിൽ ലഭിക്കും. ഈ എണ്ണകളും നെയ്യൊക്കെ ചെയ്യുന്നത് പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. അപ്പോൾ നമ്മൾ തെങ്ങിൽ നിന്നും എന്തുണ്ടാക്കുന്നു? വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു. അതേപോലെ പാം ട്രീയിൽ നിന്നും, എണ്ണപ്പനയിൽ നിന്നും പാം ഓയിൽ ഉണ്ടാക്കുന്നു. ദെൻ സൺഫ്ലവറിൽ നിന്നും സൂര്യകാന്തി സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ പലതരം ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്താണ്. ഇനി കടുകെണ്ണ ഉണ്ട്, ഒലീവ് എണ്ണ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പലതരം ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചാണ് ഉണ്ടാക്കുന്നത്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. അപ്പോൾ ഊർജം ഈ പറയപ്പെട്ട മൂന്നും പ്രദാനം ചെയ്യുന്നുണ്ട്. വളരെ നമുക്ക് ആവശ്യം വരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിൻ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കൊഴുപ്പിൽ ലഭിക്കുന്ന ചില വിറ്റാമിനുകളുണ്ട്, അത് നമ്മൾ താഴെ പറയും. സോ അവ ലയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറഞ്ഞ അളവിൽ കൊഴുപ്പ് വേണം. ഇനി വെണ്ട മുറിച്ചാൽ നല്ല വഴുവഴുപ്പുണ്ടല്ലോ, വെണ്ടയിൽ ധാരാളം കൊഴുപ്പില്ലേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. കൊഴുപ്പുണ്ടോ? സോ നമുക്ക് അത് പരീക്ഷണത്തിലൂടെ കണ്ടെത്തണം. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പിന്റെ സാന്നിധ്യം നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭക്ഷ്യവസ്തു എന്ത് ചെയ്യുക? നമ്മളൊരു പേപ്പറിൽ ഉരസുക. അങ്ങനെ ഉരസി അത് ഉണങ്ങിയതിനു ശേഷവും പേപ്പറിൽ ഒരു എണ്ണപ്പാട് കാണുന്നുണ്ടെങ്കിൽ അതിൽ കൊഴുപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ട് എങ്കിൽ അതിൽ കൊഴുപ്പുണ്ട് എന്ന് മനസ്സിലാക്കാം. ദെൻ കൊഴുപ്പ് അമിതമായാൽ എന്താണ് പ്രശ്നം? കൊഴുപ്പ് അമിതമായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും അല്ലേ? കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ കൊഴുപ്പിന്റെ ഒരു രൂപമാണ്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല, ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. പ്രസ്താവന തന്നാൽ തെറ്റിക്കരുത്. ഭക്ഷണം മാത്രമല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ കാരണം നമ്മുടെ ശരീരം സ്വന്തമായിട്ടും കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു കൊളസ്ട്രോളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ രക്തത്തിന്റെ കുഴലുകളുടെ ഭിത്തിയിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കും. സോ രക്തം നന്നായിട്ട് പമ്പ് ചെയ്യില്ല. ഇത് കാരണമായിട്ട് ഹൃദ്രോഗങ്ങൾ ഉണ്ടാകും, ഹൃദയരോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. സോ ലാബ് റിപ്പോർട്ട് അനുസരിച്ച് നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ ആണ് എങ്കിൽ 70-110 mg/dl ആണ്. കൊളസ്ട്രോൾ ആണെങ്കിൽ 200 വരെ ആകാം. അപ്പോൾ ഇയാളുടെ റിസൾട്ട് അനുസരിച്ച് ഇയാൾക്ക് ഷുഗറും കൂടുതലാണ്, കൊളസ്ട്രോളും കൂടുതലാണ് അല്ലേ? അപ്പോൾ നോർമൽ റേഞ്ച് പഠിച്ചു വെക്കുക. ബ്ലഡ് ഷുഗർ ആണെങ്കിൽ 70-110. ഇനി കൊളസ്ട്രോൾ ആണെങ്കിൽ 200 വരെ ആകാം. സോ വറുത്തെടുത്ത ആഹാരങ്ങളിലൊക്കെ കൊളസ്ട്രോൾ കൂടുതലാണ്. സോ അതൊക്കെ ലിമിറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക. ദെൻ ജീവകങ്ങൾ, വിറ്റാമിൻസ്. നമ്മുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട പഠന റിപ്പോർട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം എന്തൊക്കെ പച്ചക്കറി, പഴങ്ങൾ കഴിക്കുന്നുണ്ട്, ഒരു ദിവസം ഏകദേശം എത്ര അളവിൽ കഴിക്കുന്നുണ്ട് എന്നൊക്കെ രേഖപ്പെടുത്താനൊക്കെ പറയുന്നുണ്ട്. സോ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. അപ്പോൾ നമ്മളൊരു ദിവസം 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണം എന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറികൾ മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട പകുതിയെ നമ്മൾ കഴിക്കുന്നുള്ളൂ അല്ലേ? ദെൻ ആരോഗ്യം. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും.
ഇവ കുറഞ്ഞ അളവിലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ വിറ്റാമിനും ധാതു ലവണങ്ങളൊക്കെ കുറഞ്ഞ അളവിലെ നമുക്ക് ആവശ്യമുള്ളൂ. പഴം, പച്ചക്കറി, പാല്, മുട്ട, ഇലക്കറികൾ ഇവയിലൂടെയാണ് നമുക്ക് വിറ്റാമിനും ധാതു ലവണങ്ങളും കിട്ടുന്നത്. അപ്പോൾ പഴം, പച്ചക്കറി, പാല്, മുട്ട, ഇലക്കറി ഇവകളിൽ നിന്നാണ് വിറ്റാമിനും ധാതു ലവണങ്ങളും കിട്ടുന്നത്. സോ വിവിധ തരം വിറ്റാമിനുകളെ കുറിച്ചും അവയുടെ പ്രത്യേകതകളെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ നിങ്ങൾക്ക് വെള്ളത്തിൽ ലയിക്കുന്നത്, കൊഴുപ്പിൽ ലയിക്കുന്നതെന്ന് രണ്ട് തരത്തിലുള്ള വിറ്റാമിൻസിനെ കാണാൻ പറ്റും. അപ്പോൾ വിറ്റാമിൻ A, D, E, K ഇത് കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അപ്പോൾ കൊഴുപ്പ് അടക്കണം, നമ്മൾ സ്ഥിരം പറയുന്ന ക്ലാസ്സിൽ സ്ഥിരം കേട്ടിട്ടുള്ള ഒരു കോഡാണ് അല്ലേ, കൊഴുപ്പ് അടക്കണം, കൊഴുപ്പ് അടക്കണം, അല്ലെങ്കിൽ കൊഴുപ്പ് കേടാണ്, കൊഴുപ്പ് കേടാണ്, KEDA കേട്, കേടാ, കൊഴുപ്പ് കേടാണ് എന്നൊക്കെ നമുക്കത് ഓർത്തിരിക്കാം. ദെൻ വെള്ളത്തിൽ ലയിക്കുന്നത് B, C. അപ്പോൾ വിറ്റാമിൻസ് ഉള്ളത് A, B, C, D, E, പിന്നെ K ആണ്. എന്തില്ല, EFGHIJK ഒന്നുമില്ല. A, B, C, D, E, പിന്നെ K ആണ്. K ഉണ്ട് കേട്ടോ, പിന്നെ K ആണ്. സോ നമുക്ക് ആദ്യം A നോക്കാം. വിറ്റാമിൻ എയുടെ പ്രത്യേകത കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം. അപ്പോൾ നമ്മുടെ കണ്ണ് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. വിറ്റാമിൻ A ഇല്ലെങ്കിൽ അന്ധത ഉണ്ടാകും. വിറ്റാമിൻ A അന്ധത, A അന്ധത, അങ്ങനെ പഠിച്ചു വയ്ക്കുക. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ A ആവശ്യമാണ്. ഇതിന് നമ്മൾ കഴിക്കേണ്ടത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. അപ്പോൾ ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില പഠിച്ചു വെക്കുക. SCRTയിൽ പറഞ്ഞിട്ടുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങളാണ്. ഇനി വിറ്റാമിൻ B. വിറ്റാമിൻ ബിയുടെ പ്രത്യേകത എന്താണ്? ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. അപ്പോൾ വിറ്റാമിൻ B നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ പ്രയോജനപ്പെടുത്തുന്നത് വിറ്റാമിൻ ബിയിലൂടെയാണ്, വിറ്റാമിൻ ബിയിലൂടെയാണ്. അതേപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, നമ്മളെ WBC ഉണ്ടല്ലോ, സോറി RBCയുടെ നിർമ്മാണവും വിറ്റാമിൻ B ആണ് ചെയ്യുന്നത്. വിറ്റാമിൻ B നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ധാന്യങ്ങളുടെ തവിട്, മുട്ടാപ്പാല് മിക്കതിലും ഉണ്ടാവും അല്ലേ, മുട്ടാപ്പാല്, ദെൻ ചേമ്പില. ഇതാണ് വിറ്റാമിൻ ബി ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ. ഇനി വിറ്റാമിൻ സി ത്വക്ക്, സ്കിൻ ഇവിടെയും വന്നു അല്ലേ. നമ്മൾ പറഞ്ഞ എയും ബിയിലും സിയിലും സ്കിൻ വന്നിട്ടുണ്ട്. ത്വക്ക്, പല്ല്, മോണ. അപ്പോൾ പല്ല് മോണയൊക്കെ ആയിട്ട്, സ്കർവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വിറ്റാമിൻ സി പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. പഴം, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. പാല്, മുട്ടയൊന്നും ഇല്ല കേട്ടോ. പഴം, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ഇനി വിറ്റാമിൻ K. ഇനി D പറയാം അല്ലേ, അല്ല നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. വിറ്റാമിൻ K ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും ചോദിക്കുകയാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ. അപ്പോൾ രക്തം കട്ട പിടിക്കുക, വിറ്റാമിൻ K4 കട്ട പിടിക്കുക. അപ്പോൾ രക്തം കട്ട പിടിക്കാനാണ് സഹായിക്കുന്നത്. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയാണ് നമ്മൾ വിറ്റാമിൻ K കിട്ടാൻ വേണ്ടി കഴിക്കേണ്ടത്. ക്യാബേജ്, K4 ക്യാബേജ്, ചീര, കോളിഫ്ലവർ. അപ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ രണ്ടിലും K അല്ലേ. ഇംഗ്ലീഷിൽ എന്ന സമയത്ത് C ആണ് വരുന്നത്, മലയാളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. അപ്പോൾ നാഡികൾ, നമ്മുടെ വെയിൻസ്, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും RBCയുടെയൊക്കെ ആരോഗ്യം വിറ്റാമിൻ ഇ ആണ് നോക്കുന്നത്. ഇത് കിട്ടണമെങ്കിൽ സസ്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണകളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി വിറ്റാമിൻ D എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. അപ്പോൾ എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യം വിറ്റാമിൻ D ആണ്. വിറ്റാമിൻ ഡി കുറയുന്ന സമയത്താണ് നമുക്ക് എല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്, അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ ഏൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? ഇത് കിട്ടുന്നു. അതേപോലെ പാലുൽപ്പന്നങ്ങളിൽ നിന്നും വിറ്റാമിൻ D കിട്ടാറുണ്ട്. ഇവിടെ ഇനി കുറച്ച് ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വിറ്റാമിൻ D കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? വിറ്റാമിൻ A കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അതെല്ലാം നമുക്ക് ആ ചാർട്ടിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടണം. സോ വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വരണ്ട തൊലി, കാരണം തൊലി, കണ്ണ് ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണല്ലോ. സോ വരണ്ട സ്കിന്ന് ഡ്രൈ ആകും. വിറ്റാമിൻ എ കുറഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആകുന്നു, കണ്ണ് വരണ്ടു പോകുന്നു, നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു, ശ്വസന സംബന്ധമായിട്ടുള്ള അണുബാധ ഉണ്ടാകുന്നു. ഇനി മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഏതെല്ലാം ഇനങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം? വിറ്റാമിൻ സി കുറയുന്ന സമയത്താണ് മോണകളിൽ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് ചീസ്, പാല്,
തൈര് തുടങ്ങിയ പാലുൽപ്പന്നങ്ങൾ, ഫൈബർ അടങ്ങിയ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഫ്ലൂറൈഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവയാണ് കഴിക്കേണ്ടത്. ഇനി ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ, നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അത് നോട്ടായിട്ട് തരണമെന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ അതിനുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ചാനൽ ഒന്നും കൂടെ ഉയർന്നു വരേണ്ടതുണ്ട്. സോ നിങ്ങളുടെ പ്രതികരണം അനുസരിച്ച് നമുക്ക് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കണം. ദെൻ നമ്മൾ പല SCRT ക്ലാസ്സുകൾ, ഞാൻ പറഞ്ഞു 100-നോടടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിനകം SCRTയുമായിട്ട് സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിന് ഉപകാരപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കി കാണുക, വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് എത്തിക്കുക. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് വ്യൂസ് ഇതെല്ലാം അധികരിപ്പിക്കാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഭക്ഷണത്തിൽ കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാൽ എന്താണ് പ്രശ്നം? കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാൽ കൊഴുപ്പിൻ്റെ കുറവ് മൂലം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. സ്കിന്ന് ഡ്രൈ ആകും, മുടി കൊഴിച്ചിലുണ്ടാകും, ബലം കുറഞ്ഞ വിരൽ അല്ലേ, നഖത്തിനും അതേപോലെ നമ്മുടെ നഖത്തിനും വിരലിനുമൊക്കെ ബലക്കുറവുണ്ടാകുന്നു. ദെൻ ഏതെല്ലാം വിറ്റാമിനുകളാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? ADK അല്ലാത്തല്ലേ, കേട എന്നല്ലാത്ത, അഥവാ കേട അല്ലാത്തത് ബിയും സിയും ആണ് അല്ലേ, BC അല്ലേ. വെള്ളത്തിൽ ബിസിയാണ് എന്ന് ഓർക്കുക, വെള്ളത്തിൽ ബിസിയാണ്. ആഹാര വസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ അല്പസമയം ഇളം വെയിൽ കൊള്ളിക്കാറുണ്ട്. എന്തിനു വേണ്ടി? വിറ്റാമിൻ D കിട്ടുന്നതിന് വേണ്ടി അല്ലേ. വിറ്റാമിൻ D കിട്ടിയാലേ അവരുടെ പല്ലും എല്ലൊക്കെ ആരോഗ്യകരമായിട്ട് നിൽക്കും. ഓക്കെ അല്ലേ. ഇനി പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം ഞാൻ നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളയാറുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരുമോ? പ്രശ്നം വരും. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ BC നഷ്ടപ്പെടില്ലേ. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ C നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ച് വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വേവിക്കുന്ന സമയത്ത് അടച്ച് വേവിക്കണം, അല്ലെങ്കിൽ വിറ്റാമിൻ C ഒക്കെ നഷ്ടമാകും. ദെൻ ധാതു ലവണങ്ങൾ അഥവാ മിനറൽസ്. മോൾക്ക് ചെറിയ വിളർച്ചയുണ്ട്, ഇലക്കറികൾ നന്നായിട്ട് കൊടുക്കണം എന്നിവിടെ ഒരു ഡോക്ടർ പറയാം. സോ ഇലക്കറികൾ കഴിച്ചാൽ വിളർച്ച മാറുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇരുമ്പ് അപ്പോൾ മിനറൽസിന് ഉദാഹരണമാണ് അല്ലേ. ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ, ദെൻ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മിനറൽസ് എന്ന് പറയുന്നത്. ഇരുമ്പ് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നത് ഇരുമ്പാണ്. നമ്മൾ കെമിസ്ട്രിയിലും ഇതൊക്കെ പറയുന്നതാണ്. രക്തത്തിലുള്ള എലമെൻ്റ് ഏതാണ്? ഇരുമ്പാണ്. സോ ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ, ഓക്കെ, എല്ലാത്തിലും രാ ഉണ്ട് അല്ലേ. ഇലക്കറിയിൽ റാ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും രാ ഉണ്ട്. ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ, ഇവയിൽ ഇരുമ്പുണ്ട്. ഇനി കാൽസ്യവും ഫോസ്ഫറസും കേൾക്കുമ്പോൾ തന്നെ അറിയാം, പല്ല്, എല്ല് എന്നിവയുടെ നിർമ്മാണം, അതേപോലെ പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനം. ഇതുകൂടി പഠിച്ചു വെക്കുക, പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനം. ഏത്തപ്പഴം, മരിച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ കഴിച്ചാൽ കാൽസ്യവും ഫോസ്ഫറസും ഉണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് ഏത്തപ്പഴം, മരിച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങളൊക്കെ കൊടുക്കണം, എന്നാലേ അവരുടെ പല്ലും എല്ലൊക്കെ ശക്തമാവും. ദെൻ സോഡിയം എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്നു. അപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. സോഡിയം എവിടെ നിന്ന് കിട്ടുന്നു? കറിയുപ്പിൽ നിന്ന് കിട്ടുന്നു. കറിയുപ്പ്, സോഡിയം ക്ലോറൈഡ് അല്ലേ കറിയുപ്പ്. ദെൻ അയഡിൻ, നമ്മുടെ ശരീരത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും അയഡിൻ കാരണമാണ്. അയഡിൻ കടൽ വിഭവങ്ങളിൽ നിന്നും അയഡിൻ ചേർത്ത ഉപ്പ് അല്ലേ, ഉപ്പുണ്ട് പക്ഷെ അയഡിൻ ചേർത്ത ഉപ്പിൽ, അതേപോലെ കടൽ മത്സ്യങ്ങളുടെ തലയിൽ നിന്നെല്ലാം നമുക്ക് എന്ത് കിട്ടും? അയഡിൻ കിട്ടും. അപ്പോൾ കുട്ടികളിൽ ഏത് ഘടകത്തിൻ്റെ കുറവ് മൂലമായിരിക്കും വിളർച്ച ഉണ്ടാകുന്നത്? ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടാണ് വിളർച്ച ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ആഹാരത്തിൽ ഇലക്കറികളുടെ കുറവ് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുവരും? അവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകും, അമിതവണ്ണം, ഹൃദ്രോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സോ പോഷകങ്ങൾ ശരിയായ വണ്ണം കിട്ടിയില്ല എങ്കിൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പോഷക അപര്യാപ്ത രോഗങ്ങൾ, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസസ്. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിപ്പിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്ത രോഗങ്ങൾ. പ്രോട്ടീൻ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ചില രോഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, കോശിയോക്കറൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇതേപോലെ ജീവകങ്ങൾ, ധാതു ലവണങ്ങൾ ഇവയുടെ എല്ലാം കുറവ് മൂലവും അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിറ്റാമിൻ എ നമ്മൾ പറഞ്ഞു, എ ഇല്ലെങ്കിൽ അന്ധനാകും, നിശാന്തത, അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഇനി വിറ്റാമിൻ ബി വായ്പുണ്ണ്, അഥവാ വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി
കുറയുന്ന സമയത്താണ്. ഇനി വിറ്റാമിൻ സി സ്കർവി എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സ്കർവി എസ് ആണ്, എന്നാലും സി സ്കർവി എന്ന് പഠിച്ചു വെക്കുക. ഇവിടെ മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്നു. ഇനി വിറ്റാമിൻ ഡി കണ അഥവാ അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് കണ. നമ്മൾ പറഞ്ഞു വിറ്റാമിൻ ഡി അത് എല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അപ്പോൾ കണ. ദെൻ ഇരുമ്പ് അനീമിയ, അത് വിളർച്ചയാണ് കേട്ടോ. അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ചയാണ്, അപ്പോൾ രക്തക്കുറവ് വിളർച്ച എന്നതാണ് ലക്ഷണം. ഇനി അയഡിൻ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഉൽപാദനത്തിനും പ്രവർത്തനത്തിനും ഒക്കെ സഹായിക്കുന്നത് അയഡിനാണ്. അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയിൽ മുഴ ഉണ്ടാകുന്നു, അതിന് പറയുന്ന പേരാണ് ഗോയിറ്റർ. പഠിച്ചു വെക്കുക, PSC എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഞാനിത് കുറേയൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്, ഇതൊരു വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ ഫോർവേഡ് ചെയ്ത് ബാക്ക്വേഡ് ചെയ്തൊക്കെ കാണുക. സോ നമുക്ക് അടുത്തതിലേക്ക് വരാം, പോഷകേതര ഘടകങ്ങൾ. അപ്പോൾ ഈ പറയപ്പെട്ട പോഷകങ്ങൾ മാത്രമല്ല ആഹാരത്തിൽ നിന്ന് കിട്ടേണ്ടത്, ജലം, നാരുകൾ പോലുള്ള പോഷകേതര ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ്. സോ നമുക്ക് ജലം, നാരുകൾ എന്നിവയെക്കുറിച്ച് നോക്കാം. നമ്മുടെ ശരീരത്തിൽ 2/3 ഭാഗം ജലമാണ്. പഠിച്ചു വെക്കുക, ശരീരത്തിൽ 2/3 ഭാഗം ജലമാണ്. ഭൂമിയിൽ 2/3 ജലമല്ലേ. ഇനി തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. അപ്പോൾ തലച്ചോറിൻ്റെ 85, രക്തത്തിൻ്റെ 90, എല്ലുകളുടെ 25% ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. അപ്പോൾ ശാരീരിക പ്രവർത്തനങ്ങളുടെ ഒരു മീഡിയേറ്റർ, മാധ്യമം ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ദിവസം 2.5 ലിറ്റർ ജലമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. ദെൻ നാരുകൾ, സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരുതരം ധാന്യകമാണ്. അപ്പോൾ നാരുകൾ ഒരുതരം ധാന്യകമാണ്. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ഇനമാണ് സെല്ലുലോസ്. അപ്പോൾ സെല്ലുലോസ് കൊണ്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? നാരുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് പോഷകഘടകങ്ങൾ നൽകുന്നില്ല എങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. അപ്പോൾ നാരുകൾ ചെയ്യുന്നത് വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. വെള്ളം എന്ത് ചെയ്യുന്നു? പല പ്രവർത്തനങ്ങളുടെയും മാധ്യമമായിട്ട് നിലകൊള്ളുന്നു. ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ എന്നിവ നാരുകളുടെ കലവറയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ദിവസം എത്ര വെള്ളം കുടിക്കണം? നമ്മുടെ ശരീരത്തിൽ നിന്ന് 2.5 ലിറ്റർ വെള്ളമാണ് പോകുന്നത് അല്ലേ? 2.5 ലിറ്റർ വെള്ളം പോകുന്നു. സോ നമുക്ക് ഏകദേശം ആ ഒരു അളവിൽ ആ വെള്ളം കുടിക്കണം അല്ലേ? വെള്ളം കുടിക്കണം. ദെൻ ഏതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ജലം നിങ്ങളുടെ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റുന്നു? ഭക്ഷണ പദാർത്ഥങ്ങൾ, അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാം അല്ലേ? വെള്ളം കുടിക്കുക. അതേപോലെ വെള്ളം അടങ്ങിയിട്ടുള്ള ചില വസ്തുക്കളുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ശരീരത്തിലേക്ക് വെള്ളം കൊണ്ടുവരാൻ കഴിയും. ദെൻ നാരുകൾ തീരെ കുറവുള്ള മൈദ കൊണ്ടുണ്ടാക്കിയ ആഹാരം കൂടുതൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നെല്ലാമാണ്. അപ്പോൾ നാരുകൾ കുറവുള്ള ആഹാരം കഴിക്കുന്ന സമയത്ത് ദഹനത്തിന് പ്രശ്നം വരും അല്ലേ? ദഹനത്തിന് പ്രശ്നം വരും. നാരുകൾ ഉണ്ട് എങ്കിലാണ് ദഹന പ്രക്രിയ സുഗമമാകുന്നത് എന്ന് നമ്മൾ പറയും. സോ ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം? രുചിയുള്ള ഭക്ഷണം മാത്രമാണ് കഴിച്ചിരുന്നത്, എനിക്കിഷ്ടമുള്ള ഭക്ഷണം മാത്രമേ ഞാൻ കഴിച്ചിരുന്നുള്ളൂ എന്ന് കുട്ടികൾ പറയുന്നു. ഇനി അങ്ങനെ അല്ല. നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ തരുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ശരീരത്തിന് വേണ്ട എല്ലാ പോഷകഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃത ആഹാരം. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ പോഷകഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് സമീകൃത ആഹാരം. ഇവിടെ എന്തൊക്കെ വേണം? നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, സമീകൃത ആഹാരം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? പുട്ട്, ദോശ, ചപ്പാത്തി, ചോറ്, കപ്പ, മധുരക്കിഴങ്ങ്, എണ്ണ, നെയ്യൊക്കെ കുറഞ്ഞ അളവിൽ മതി. ഇലക്കറി, ക്യാരറ്റ്, പഴം, പേരയ്ക്ക, പച്ചക്കറി, ചെറുപയർ, മത്സ്യം, കടല, പാല്, പരിപ്പ്, മുട്ട, മാംസം. ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മെനു എന്ന് പറയുന്നത്. ഇതന്നെ ഇവിടെ ഒരു ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് അങ്ങനെ വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ്. ദെൻ കിഴങ്ങുകളും ഇലക്കറികളും, ഓരോ കിഴങ്ങിലും ഓരോ ഭക്ഷണ വസ്തുക്കളിലും എത്രത്തോളം വിറ്റാമിനും മറ്റും കാര്യങ്ങളും ഉണ്ട് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, 100 ഗ്രാം മരിച്ചീനി, ഓരോ ഭക്ഷ്യവസ്തുക്കളിൽ പറയാണ് 100 ഗ്രാം മരിച്ചീനിയിൽ വിറ്റാമിൻ എ ഇല്ല, B1 0.5, B2 0.10, C 25 ഉണ്ട്, കാൽസ്യം 50 ഉണ്ട്, ഫോസ്ഫറസ് ഇല്ല, ഇരുമ്പ് 0.9 ഉണ്ട്. ചേനയിൽ വിറ്റാമിൻ എ 260 ഉണ്ട്, B1 0.06, B2 0.07, 0, കാൽസ്യം 50, ഫോസ്ഫറസ് 30, മറ്റത് 0.6, ഇരുമ്പ് 0.6.
ചേമ്പ് ഇങ്ങനെ ഓരോ ഭക്ഷണത്തിലും കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയിൽ നമ്മൾ നോക്കൂ, നമ്മളെടുത്ത് കളയുന്ന കറിവേപ്പിലയിൽ വിറ്റാമിൻ എ 7560 കാൽസ്യം 813 ഫോസ്ഫറസ് 57 ഇരുമ്പ് 7.0, വിറ്റാമിൻ സി 4 ഉണ്ട് അല്ലേ. നമ്മളെടുത്ത് കളയുന്ന സാധനമാണ്. ചേമ്പിൻ തണ്ട്, ചേമ്പിലൊക്കെ നോക്കിയേ 10278 വിറ്റാമിൻ എ. ഫോസ്ഫറസ് ഒക്കെ 82, കാൽസ്യം 227 ഉണ്ട്. പയറില, മുരിങ്ങയില, വാഴക്കൂമ്പ്. സോ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി പഴങ്ങളിൽ വരുന്ന സമയത്തും പഴങ്ങളിൽ വരുന്ന ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, കാൽസ്യം, ഇരുമ്പ് എന്നതിൻ്റെയൊക്കെ അളവ് കൊടുത്തിട്ടുണ്ട്. ഏത്തപ്പഴത്തിൽ 10, 200, 400, 50, 153 ഇങ്ങനെ ഓരോന്നിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചെറുപഴത്തിൽ നോക്കി, ഏത്തപ്പഴത്തേക്കാൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് എവിടെയാണ്? ചെറുപഴത്തിലാണ്. പ്രോട്ടീൻ വരുന്ന സമയത്ത് 1100 ഉണ്ട്. കൊഴുപ്പ് കുറവാണ്, ഏത്തപ്പഴത്തിൽ കൊഴുപ്പ് കൂടുതലാണ്. കാൽസ്യം ഇവിടെ 10 ഉള്ളൂ. ദെൻ ഇരുമ്പ് കൂടുതൽ ഏത്തപ്പഴത്തിലാണ്. അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. പേരക്കയിലാണ്. പേരക്ക നോക്കിയാൽ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമല്ല, പക്ഷേ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളത്, പ്രോട്ടീൻ കൂടുതലുള്ളത്, അതേപോലെ കൊഴുപ്പ് അത്യാവശ്യം അതിനകത്ത് വരുന്നുണ്ട് അല്ലേ. കാൽസ്യം ഉണ്ട്, ഇരുമ്പ് കുറവാണ്. ദെൻ ചക്കയിലും ധാന്യകം കൂടുതലുണ്ട്, പ്രോട്ടീനുണ്ട്, ദെൻ കൊഴുപ്പും അവിടെ കൂടുതൽ വരുന്നുണ്ട് അല്ലേ. ദെൻ മാമ്പഴം, കൈതച്ചക്ക, ഓരോന്നിൻ്റെയും അളവ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക കേട്ടോ. ദെൻ അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല അല്ലേ, നമുക്ക് ആവശ്യമില്ലാതെ ഞാനത് സ്കിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഭക്ഷണത്തിൽ അവിയൽ വേണോ? അവിയൽ വേണം. കാരണം അവിയലിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും മറ്റും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അത്രയും പോഷകം നമ്മുടെ ശരീരത്തിന് കിട്ടും. സോ നമ്മൾ ഇന്ന് പഠിച്ചത് ആഹാരത്തിലെ പോഷകഘടകങ്ങളും അവ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്താൻ പഠിച്ചു. സമീകൃത ആഹാരം എന്ന ആശയം തിരിച്ചറിഞ്ഞ് ഭക്ഷണ ചാർട്ടുകൾ തയ്യാറാക്കാൻ പഠിച്ചു. അപര്യാപ്ത രോഗങ്ങളുടെ കാരണം കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ പഠിച്ചു. ഭക്ഷണശീലങ്ങൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ ഈ 2 പോയിന്റുകൾ, ആഹാരത്തിലെ പോഷകഘടകങ്ങൾ അവ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ തിരിച്ചറിയുക, അപര്യാപ്ത രോഗങ്ങൾ കാരണങ്ങൾ പരിഹാര മാർഗങ്ങൾ തിരിച്ചറിയുക, ഈ 2 കാര്യങ്ങളാണ് ഒരു PSC ആസ്പിറന്റ് എന്ന നിലയിൽ നമുക്ക് വേണ്ടത്. സോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുതിയൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി.